മോഷ്ടാവിൻ്റെ ഭാഗ്യദോഷത്തെക്കുറിച്ച് പറയാം. കൊച്ചിയിലെ മോഷണ ശ്രമത്തിനിടെ മോഷ്ടാവ് രക്ഷപ്പെട്ട് ഓടുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞു. ആ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. എടക്കാട്ട് വയലിൽ വീട്ടമ്മയെ കത്തി കാണിച്ച് മാല മോഷ്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവ് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ CCTV വഴി പുറത്തായത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ മോഷണ ശ്രമം നടന്നത്. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. എത്രമാത്രം വിരുദ്ധമുള്ള ഒരാളാണെന്ന്. കള്ളൻ ആദ്യത്തെ സ്കൂട്ടറിലാണുള്ളത്. പ്രേക്ഷകർക്ക് സംശയം വല്ലതും തോന്നിക്കാണെന്ന് വിചാരിച്ചാണ് ആ കള്ളൻ ഒരു പോക്ക് പോയി. പക്ഷേ ആ കള്ളൻ മിക്കവാറും പോലീസ് വലയിലേക്കായിരിക്കും ചെന്ന് കയറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം തന്നെ പിടിച്ചോളണം, ഇനി നമ്മൾ സമയം നീട്ടി വയ്ക്കരുത്. കാരണം നല്ല വേഗത്തിലാണ് പോകുന്നത്. YS അഭിനന്ദ് ചേരുന്നു. കള്ളൻ്റെ പിറകെയാണോ അഭിനന്ദേ? പറയൂ. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു എറണാകുളം എടക്കാട്ട് വയലിൽ വീട്ടമ്മയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മാല മോഷണത്തിനുള്ള ശ്രമം ഉണ്ടായത്. എന്തായാലും പ്രദേശവാസിയായ സിസിരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുളന്തുരുത്തി പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിനെ എന്തായാലും കള്ളനെ പാട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വകാര്യ ബസ്സിൽ ഘടിപ്പിച്ച ക്യാമറയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ഏറ്റവും നിർണായകമായത്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ മുളന്തുരുത്തി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കത്തി കാണിച്ച് ഇത്തരത്തിലേക്ക് ഭീഷണിപ്പെടുത്തി മാല കവർന്ന് ഓടുവാൻ ശ്രമിച്ചത്. ഈ സിസിരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചാണ് ഈ പ്രതി ഇവിടെ എത്തിയത് എന്ന് സിസിരി നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്കൂട്ടറിൽ കയറിയാണ് കള്ളൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. സ്വകാര്യ ബസ്സിൻ്റെ CCTVയിലാണ് ഇത്തരത്തിലേക്ക് സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും മുളന്തുരുത്തി പോലീസ് ഈ കള്ളനെ പിടിയിലാക്കുവാനുള്ള സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ സിസിരി മുളന്തുരുത്തി പോലീസിൽ എത്രയും വേഗം തന്നെ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതിനോടൊപ്പം തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. അന്വേഷണത്തിൽ കൂടുതൽ നിർണായകമാകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പലയിടത്തും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.